ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ആദീസ് വേൾഡ്. അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ അണ്ടർ ഐ ഡാർക്ക്നെസ്സിനെ കുറിച്ച് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ അണ്ടർ ഐ ഡാർക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് സർക്കിൾസ് എന്നൊക്കെ നമ്മൾ പറയും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ ഈ ഒരു പാർട്ടിലായിട്ട് ഒരു എന്താ പറയുക, നമ്മുടെ ഫേസിനെ അപേക്ഷിച്ച് ഈ ഒരു പാർട്ടിൽ ഭയങ്കരമായിട്ട് കളർ കുറവായിരിക്കും, ഡാർക്ക് ആയിട്ട് ഇരിക്കുന്ന പോലെ തോന്നും. അപ്പൊ അതിനെയാണ് നമ്മൾ ഡാർക്ക് സർക്കിൾസ് എന്നൊക്കെ പറയുന്നത്. ഇത് ശരിക്കും നമ്മുടെ നമുക്ക് ഹാം ആയിട്ടുള്ള കാര്യമൊന്നും അല്ല കേട്ടോ, നമ്മുടെ ഇതിന് ഹാംഫുൾ ആയിട്ടൊന്നും നടക്കൂല. പക്ഷെ എങ്കിലും ഇതെങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ ഭയങ്കര ടയേർഡ് ആയിട്ടും ഭയങ്കര ഓൾഡർ ആയിട്ടും ഒക്കെ തോന്നും. ഇത് മാത്രമാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ട്. ഇതെന്ന് പറയുന്നത് അണ്ടർ ഐ എന്ന് പറയുന്നത് ആ ഒരു ഏരിയ ഭയങ്കര തിന്നായിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അവിടെയുള്ള ബ്ലഡ് വെസൽസ് നന്നായിട്ട് കാണാനായിട്ട് പറ്റും, കുറച്ച് ഡാർക്ക് ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ഡാർക്ക് ഫീലിംഗ് വരും. അത് കൂടാതെ സൺ എക്സ്പോഷർ ആസ് യൂഷ്വൽ നമ്മുടെ സൂര്യപ്രകാശത്തൂടെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ നമുക്ക് ടാൻ അടിച്ചിട്ട് അവിടെ ഒരു കളർ കുറവായിട്ട് വരും. ഇനി അത് കൂടാതെ നമുക്ക് എക്സസ് മെലാനിൻ പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോഴാണ് അവിടെ ഡാർക്ക് ആയിട്ട് കാണാൻ പറ്റുന്നത്. ഇത് കൂടാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണിങ്ങനെ തിരുമ്മി കൊടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് മൂലവും അവിടെ ഡാർക്ക് ആയിട്ട് വരും കേട്ടോ. ആ ഒരു ഐയുടെ താഴെയായിട്ട് ഡാർക്ക്നെസ് വരാൻ ഇതൊക്കെ കൊണ്ടാണ് ഡാർക്ക്നെസ് ഉണ്ടാവുന്നത്. ഇനി ഇതിൽ അല്ലാതെ നമ്മുടെ ഏജിങ് കൊണ്ട് അവിടെ ഡാർക്ക്നെസ് ഉണ്ടാവും. അതല്ലാതെ ചില ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് കൊണ്ട് വരും. ആൽക്കഹോള്, സ്മോക്കിങ്, സ്ട്രെസ്, ഡീഹൈഡ്രേഷൻ, ഇതൊക്കെ കൊണ്ട് നമ്മുടെ അണ്ടർ ഐ ഡാർക്ക്നെസ് ഉണ്ടാവും. കൂടാതെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലോ അലർജീസ് ഒക്കെ ഉണ്ടെങ്കിലോ ഒക്കെ നമ്മുടെ അണ്ടർ ഐ എന്ത് ചെയ്യും, ഡാർക്ക്നെസ് വരും, അണ്ടർ ഐ ഡാർക്ക്നെസ് വരുന്നതാണ്. ഈ അണ്ടർ ഐ ഡാർക്ക്നെസ് മാറ്റാനായിട്ട് മെയിനായിട്ട് നന്നായിട്ട് ഉറങ്ങുക, ഈ പഫ്നെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കോൾഡ് പാക്കുകൾ അപ്ലൈ ചെയ്യുക, പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മൾ സൺഗ്ലാസുകളും സൺസ്ക്രീനുകളും ഒക്കെ യൂസ് ചെയ്യുക. പിന്നെ മാർക്കറ്റിൽ കുറച്ച് ജെന്റൽ ക്രീംസ് അവൈലബിൾ ആയിട്ടുണ്ട്. ജെന്റൽ ആയിട്ടുള്ള ക്രീമുകൾ, അണ്ടർ ഐ ക്രീംസ് അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ നോക്കിയെടുത്ത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഡാർക്ക് സർക്കിൾസ് അപ്പോൾ ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് പറ്റുമേ. ഇത് കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫേസ് ഒക്കെ വാഷ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ഏരിയ വാഷ് ചെയ്യുമ്പോൾ, അതായത് അണ്ടർ ഐ വരുന്നിടത്ത് വാഷ് ചെയ്യുന്ന സമയത്ത് ജെന്റിലായിട്ട് മാത്രമേ ക്ലെൻസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതേപോലെ സൺസ്ക്രീൻ ആ ഏരിയയിൽ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. മെയിൻ ആയിട്ട് ഈ സൺസ്ക്രീൻ നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ അണ്ടർ ഐ ഏരിയയിൽ അപ്ലൈ ചെയ്യാനായിട്ട് വിട്ടുപോകും, അല്ലെങ്കിൽ അവിടെ കുറച്ച് കോൺസെൻട്രേഷൻ കൊടുക്കൂല. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് അവിടെ ഡാർക്ക്നെസ് വരുന്നത്. അപ്പൊ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അണ്ടർ ഐ ഏരിയയിൽ മെയിൻ ആയിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് കണ്ണിൽ പഫ്നെസ് ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ചിൽഡ് ആയിട്ടുള്ള തണുത്ത കുക്കുമ്പറിന്റെ സ്ലൈസസ് വെച്ചിട്ട്, ഇങ്ങനെ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിരിക്കുന്ന ആൾക്കാർ നമ്മുടെ കുക്കുമ്പറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ അതേപോലെ നിങ്ങൾക്ക് കുക്കുമ്പർ സ്ലൈസസ്, തണുത്ത കുക്കുമ്പർ സ്ലൈസസ് നിങ്ങൾക്ക് കണ്ണിൽ വെക്കാവുന്നതാണ്. അത് കൂടാതെ ഇടയ്ക്ക് ആൽമണ്ട് ഓയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇനി നിങ്ങൾ ഐ കെയറിന് വേണ്ടിയിട്ട് ആഴ്ചയിൽ 1-2 തവണ നമ്മുടെ ആൽമണ്ട് ഓയിലും ഹണിയും കൂടി മിക്സ് ചെയ്തിട്ട് ജെന്റ്ലി ഇത് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ടാപ്പ് ചെയ്യാനേ പാടുള്ളൂ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ പഫ്നെസ് ഒക്കെ ഒന്ന് കുറയാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ആൽമണ്ട് ഓയിലും ഹണിയും ഒക്കെ വെച്ചിട്ട് ഇടയ്ക്ക് ആഴ്ചയിൽ 2 ദിവസമൊക്കെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ലപ്പോഴും ഒക്കെ ഈ അണ്ടർ ഐ പാക്ക് ഒക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അതായത് ഈ കുക്കുംബറും പൊട്ടറ്റോയും കൂടി നന്നായിട്ട് ഒരു പേസ്റ്റ് ആയിട്ട് എടുത്തിട്ട് ഇടയ്ക്ക് ഒരു 10 മിനിറ്റ് ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെ, ഡെയിലി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വല്ലപ്പോഴും ഒക്കെ ഒരു അണ്ടർ ഐ പാക്ക് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ഈ ഒരു എന്താ പറയാ, റിംഗ് ഫിംഗർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ രാവിലെയും വൈകുന്നേരവും പറ്റുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കുക. കാരണം ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ആ വെയിൻസ് അങ്ങനെ ഭയങ്കരമായിട്ട് നിൽക്കുന്നത് അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഡാർക്ക്നെസ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇനി മാർക്കറ്റിൽ കുറച്ച് അണ്ടർ ഐ ക്രീംസ് അവൈലബിൾ ആണ്. സോ ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് വാങ്ങിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ച് ക്രീം എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ട് റേറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ള അണ്ടർ ഐ ക്രീംസ് എന്ന് പറയുന്നത് ഡോട്ട് ആൻഡ് കീ, മിനിമലിസ്റ്റ്, ഡെർമാക്കോ. അപ്പൊ ഇതിന്റെ 3ന്റെ അണ്ടർ ഐ ക്രീംസ് ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ, കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിൽ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ പഫ്നെസ് കുറയ്ക്കുന്നതും ഈ ഒരു ഡാർക്ക് സർക്കിൾസ് കുറയാൻ ഹെൽപ്പ് ചെയ്യുന്നതിന്റെ കാരണങ്ങളും അതിന് വേണ്ട വിറ്റാമിൻസും കാര്യങ്ങളും ഒക്കെയുള്ള നല്ല അടിപൊളി ബ്രാൻഡുകളാണ് ഈ 3 എണ്ണം. അപ്പൊ നിങ്ങൾക്ക് ഇത് വാങ്ങിച്ച് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം.
അപ്പോ ഈ അൺഡ്രൈയില് ഡാർക്ക്നെസ് വരുന്നത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കൂടുതലും നമ്മുടെ സ്കിന്നിലാണെങ്കിലും ലിപ്പിലാണെങ്കിലും ഈ അൺഡ്രൈയിലാണെങ്കിലും ഒക്കെ ഇഷ്യൂസ് വരുന്ന കാരണം എന്ന് പറയുന്നത് നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാത്തതുകൊണ്ട്. അപ്പൊ ധാരാളം വെള്ളം കുടിക്കുക, സ്ട്രെസ് ഒക്കെ കുറയ്ക്കുക, നല്ലപോലെ ഉറങ്ങുക, ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളായിട്ടുള്ള സ്മോക്കിംഗ്, ആൽക്കഹോൾ ഇതൊക്കെ ഒഴിവാക്കുക. എന്നാൽ തന്നെ നമ്മുടെ സ്കിന്നിലും ലിപ്പിലും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂസ് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ബാക്കി കൂടി നമ്മൾ കെയർ ചെയ്യുകയാണെങ്കിൽ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടിരിക്കും കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ, സീ യു.